മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുമ്പോൾ മുഹീദ്ദീൻ ശൈഖിനെ കാവൽ നൽകണേ അല്ലാഹ്. ഖബറിൽ പോയി കിടക്കുന്ന സമയത്ത് കരുത്തരായ മുഹീദ്ദീൻ ശൈഖിനെ കാവൽ നൽകണേ അല്ലാഹ്. സൂര്യനെ വിളി കേട്ട് എല്ലാവരും പുറപ്പെടുമ്പോൾ മുഹീദ്ദീൻ ശൈഖിനെ കാവൽ നൽകണേ അല്ലാഹ്. മഹ്ശറിൽ വാചകം നിൽക്കുമ്പോൾ ശൈഖിനെ കാവൽ നൽകണേ അല്ലാഹ്. നന്മയും തിന്മയും തൂക്കി കണക്കാക്കുമ്പോൾ തലവറായ നേതാവായ മുഹീദ്ദീൻ ശൈഖിനെ കാവൽ നൽകണേ അല്ലാഹ്. സൂക്ഷ്മമായ സിറാത്ത് പാലം കടക്കുമ്പോൾ മുഹീദ്ദീൻ ശൈഖിനെ കാവൽ നൽകണേ അല്ലാഹ്. മുഹീദ്ദീന്മാരെ കഴിഞ്ഞാലുള്ള മുനാജാത്ത് എന്ന ഭാഗം കാണും. അതിലെ വരികളാണിത്. ഒരു 5 പേജ് മറിച്ചാൽ ഇഫായി മാല കഴിഞ്ഞിട്ട് അവിടെയും കാണാം മുനാജാത്ത്. അവിടെ ഇതേ പ്രയോഗങ്ങൾ ഇഫായി ശൈഖിനെ കാവലാണ് ആവശ്യപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ മഞ്ഞക്കുളം ശൈഖ്, അതേപോലെ പിന്നെ ഈജിപ്തിലെ മിസ്രിയ തുടങ്ങിയവരൊക്കെ കാവൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ബിദ്അത്താണ്. പലപ്പോഴും അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴികളാണ്. ഈ സഹാബാക്കൾ തമ്മിൽ അവർക്കൊരു ബർക്കത്തിന്റെ ആവശ്യമില്ല. അപ്പോ പാപികളായ ആൾക്കാർക്ക് ഒരു ദിവസം ബർക്കത്ത് കൊണ്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ള ഉണ്ടാവും. അപ്പോ മുസ്ലിങ്ങളെ തോൽപ്പിക്കുക എന്റെ ശരിയല്ല, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാഷ്ട്രപതി പറ്റില്ല ഉസ്താദിനെ ചോദ്യം ചെയ്ത് തോൽപ്പിക്കുന്നതിന്റെ വിഷയമല്ല, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചോദ്യം ചെയ്തിട്ടില്ല. താങ്കൾ ആത്മാർത്ഥ ചോദ്യം ചെയ്തിട്ടില്ല. എങ്ങനെ താങ്കളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തിട്ടില്ല. കേട്ടില്ല. താങ്കളുടെ ആത്മാർത്ഥതയെ ഞാൻ സംശയിക്കുന്നില്ല. പക്ഷെ മറുപടി എല്ലാവർക്കും ഉപകാരപ്പെടണമല്ലോ. നമ്മൾ പ്രോഗ്രാമാകുമ്പോ ഒരു വ്യക്തിയാണ് ചോദിക്കുന്നതെങ്കിലും അത് കേൾക്കുന്ന എല്ലാവർക്കും അതിന് വല്ലതും കിട്ടണം. ഭാവിയിൽ സീഡി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കേൾക്കുന്നവർക്കും അതിന് പഠിക്കാൻ. ഞാൻ നിങ്ങളെ സീഡിയൊക്കെ കണ്ടൊക്കെ കാര്യം മനസ്സിലായത്. അപ്പൊ സഹോദരന്മാർക്ക് അതിന് ബർക്കത്ത് ആവശ്യമില്ല എന്ന് ശരിയല്ല. ശറഅ് മതത്തിൽ എന്തെല്ലാം ബർക്കത്തായി പഠിപ്പിക്കപ്പെട്ടുവോ അത് വളരെ താല്പര്യത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് സ്വഹാബിമാർ. പ്രവാചകനുമായി ബന്ധപ്പെട്ട ബറക്കത്തുകൾ എന്തെല്ലാം ലഭിക്കാനുണ്ടോ അതെല്ലാം ഉപയോഗിച്ചവരാണ് സ്വഹാബിമാർ. താബിഈകളും അങ്ങനെ തന്നെ. ഏത് നന്മയിലും ഏറെ മുന്നിലേക്ക് മത്സര ബുദ്ധിയോടെ വന്നവരാണ് സ്വഹാബിമാർ. അത് അവർ ജീവിതത്തിൽ പാലിക്കാത്ത ഒരു മതത്തിന്റെ മേഖലയും ഇല്ല. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, സ്വഹാബത്തിന്റെ സവിശേഷത ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി, നബിയുടെ കൂടെ ജീവിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തതാകുന്നു സ്വഹാബത്തിനെ. അതുകൊണ്ട് മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത് ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചര്യയെ ആരെങ്കിലും മാതൃകയായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വഹാബത്തിന്റെ മാതൃക സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. നമ്മോട് ആവശ്യപ്പെട്ടത് എന്താ? അസ്സാബിഖുൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. സാബിഖീങ്ങളായ മുഹാജിറും അൻസാരികളുമായ സ്വഹാബിമാർ, അവരെ നന്മയിൽ പിൻപറ്റിയവർ. സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത്. അപ്പോൾ സ്വഹാബത്തിന്റെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ സ്വഹാബത്ത് പുണ്യമായ ഒരു ചെറിയ അംശം പോലും ചെയ്യാതെ ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ടും ആ സ്വഹാബത്ത് ഈ പറയപ്പെട്ടവരുടെയൊക്കെ കാലശേഷം അവരുടെ ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം നിർവഹിച്ചില്ല. എന്നാൽ പ്രവാചകരുടെ മുടി അവർ കൈവശം ബാക്കിയുള്ളത് അതിൽ നിന്ന് ഏത് രൂപത്തിലാണ് ബർക്കത്ത് പ്രതീക്ഷിക്കാൻ അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് ആ നിലയ്ക്ക് അവർ ഉപയോഗിച്ചു. നബിയുടെ മുടി അവർ വെള്ളത്തിൽ മുക്കി വെള്ളം കുടിക്കുമായിരുന്നു. നബിയുടെ കുപ്പായം വെള്ളത്തിൽ മുക്കി ആ വെള്ളം അവർ ഉപയോഗിക്കുമായിരുന്നു. ആ സ്വഹാബത്ത് നബിയുടെ ബർക്കത്ത് കൊണ്ട് ചോദിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞ് ചോദിച്ചില്ല. താബിഈകളും നബിയുടെ മുടി കൈവശം വെച്ചിട്ടുണ്ട്. അവർ അതിൽ നിന്ന് അനുവദിക്കപ്പെട്ട മേഖലയിൽ ബർക്കത്തുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവരും നബിയുടെ ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞ് തേട്ടം നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മതത്തിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കലായി. മതനിയമങ്ങൾ ഉണ്ടാക്കാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ അവകാശമുള്ളൂ. ആ നിയമങ്ങൾ പഠിപ്പിക്കാനാണ് അല്ലാഹു റസൂലിനെ പറഞ്ഞയച്ചത്. ആ റസൂൽ പറഞ്ഞയച്ചത് അപ്പടി പകർത്താനാണ് അല്ലാഹു സ്വഹാബത്തിനെ തെരഞ്ഞെടുത്തത്. നബിക്ക് അല്ലാഹു തആല എല്ലാം അറിയിച്ചു കൊടുത്തു. നബി അതെല്ലാം നമ്മെ അറിയിക്കുകയും ചെയ്തു. ദീനി വിഷയങ്ങൾ
അത് പൂർണ്ണമായും സഹാബിമാർ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ വഹയും പ്രവാചകരുടെ ആ വിശദീകരണവും സഹാബത്തിന്റെ മാതൃകയും അതിൽ ഉള്ളതാണ് ദീൻ. അതിൽ ഇല്ലാത്ത ഒന്ന് ലോകത്തെ ആര് ചെയ്താലും അത് ദീനല്ല. എത്ര തലമുറകളായി കൈമാറിപ്പോന്നാലും എത്ര ഭൂരിപക്ഷത്തിന് പിൻബലമുണ്ടെങ്കിലും അത് മതമാവുകയില്ല, ദീനാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി. മുസ്ലിം ഒരു സംശയം, ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിൽ വന്നിട്ട് റസൂലിനോട് സലാം പറയാം മാതൃക നമസ്കാരത്തിന് വേണ്ടി തൽക്കാലം നമ്മുടെ പ്രോഗ്രാം നിർത്തിവെക്കുകയാണ്. മാതൃക നമസ്കാരാനന്തരം വീണ്ടും ചോദ്യോത്തര സെഷൻ പുനരാരംഭിക്കും. എല്ലാ ആളുകളും നമസ്കരിച്ച് തിരിച്ചെത്തണമെന്ന് അറിയിക്കുന്നു. സഹോദരങ്ങളെ, പുരുഷന്മാർക്ക് തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോകാം. അതല്ലെങ്കിൽ കുറച്ചു പേർക്ക് നമ്മുടെ സ്റ്റേജിന്റെ ബേക്ക് السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. പ്രിയ സഹോദരങ്ങളെ, എന്റെ സംസാരം കേൾക്കുന്ന നാട്ടിലും റൂമിൽ ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ മൈക്കെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഈദ് ദിവസങ്ങളിൽ, പെരുന്നാൾ ദിവസങ്ങളിൽ, അറഫാ ദിനത്തിന്റെ അന്ന് മഗ്‌രിബിന് ശേഷം മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഈദ് സംഗമം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക്, അതെ നാളെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ, ലോകം മുഴുവൻ കേൾക്ക് അവതരിപ്പിക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ്. എല്ലാവരും ഓരോരുത്തരുടെയും മക്കളെ അതിനുവേണ്ടി പ്രത്യേകം പരിശീലിപ്പിച്ച് മൈക്കൊക്കെ ക്ലിയറാക്കി നാളെ മഗ്‌രിബിന് ശേഷം തയ്യാറായി ഇരിക്കണം. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആ വിഭാഗത്തിൽ നിന്ന്, ഫീമെയിൽ വിഭാഗത്തിൽ നിന്ന് പറ്റുകയുള്ളൂ എന്ന് അറിയിക്കുകയാണ്. പുരുഷന്മാർക്ക് പ്രായപരിധിയില്ല. എത്ര ചെറിയ കുട്ടിയായാലും അവർക്ക് ഇസ്ലാമികമായ പാട്ടും അതുപോലെ തന്നെ കഥ, കവിത, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഈദ് സംഗമത്തെ ധന്യമാക്കാവുന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എന്റെ ശ്രോതാക്കളോട് പറയുവാനുള്ളത്, ഈ കലാവിരുന്നുകളിൽ നാളെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അരങ്ങേറുവാൻ പോവുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും വളരെ സജീവമായി പങ്കെടുക്കുന്ന ആ ഈദ് സംഗമത്തിന്റെ ഭാഗമാകുവാൻ എല്ലാ സഹോദരങ്ങളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം, യുഎഇയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. യുഎഇയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് രണ്ടാം പെരുന്നാളിന്റെ ദിവസം ഗോർഫക്കാനിലെ മദ്ഹ പാർക്കിൽ വെച്ച് ഈദ് സംഗമം ഒരുക്കിയിരിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി വിവിധങ്ങളായ കായിക വിനോദങ്ങൾ, സമ്മാനങ്ങളൊക്കെ നന്നായി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല സമ്മാനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും റെഡി ആയിട്ട് വന്നോളൂ. അപ്പോ രാവിലെ 9 മണി മുതൽ
വൈകുന്നേരം 5 മണി വരെ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി വിവിധ കായിക കലാവിനോദങ്ങൾ, മത്സരങ്ങൾ, സമ്മാനങ്ങൾ. യുഎഇയിൽ നിന്നുള്ള എല്ലാ എമിറേറ്റ്സിലും രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന്, കാരണം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിന്റെ ആ പരിപാടിയുടെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും അതിൽ ഉറപ്പുവരുത്തണം. വേറെയിൽ നിന്നുള്ളവർ 055 83 26 26 9 055 83 26 26 9. ഭാരതയിൽ നിന്നുള്ള ആളുകൾ 050 96 188 39. ഷാർജയിൽ നിന്നുള്ള ആളുകൾ 052 86 75 148. വിസേസ് ഭാഗത്തു നിന്നുള്ള ആളുകൾ 050 30. വിസേസിൽ നിന്നുള്ള ആളുകളുടെ നമ്പർ ഇല്ലല്ലോ അവിടെ, ഇത് വിസേസ് അല്ല. അബുദാബിയിൽ നിന്നുള്ള ആളുകൾ 050 30 13 486. സഫുവയിൽ നിന്നുള്ള ആളുകൾ 050 52 51 226. എന്റെ നമ്പർ തന്നെ. ഫുജൈറയിൽ നിന്നുള്ള ആളുകൾ 94 23 780. അജ്മാനിൽ നിന്നുള്ള ആളുകൾ 055 66 26 639. അലയിൽ നിന്നുള്ള ആളുകൾ 52 35 423. ബോർഫഖാനിൽ നിന്നുള്ള ആളുകൾ 050 530 85 02. ബദാസൈദിൽ നിന്നുള്ള ആളുകൾ 050 57 20 582. റാസുൽ ഹൈമയിൽ നിന്നുള്ള ആളുകൾ 055 25 65 751. അപ്പോ എല്ലാ സഹോദരങ്ങളും വിസേസിൽ നിന്നുള്ള ആളുകൾ തൽക്കാലം എന്റെ നമ്പറിൽ വിളിക്കുക. വിസേസിൽ നിന്നുള്ള ആ നമ്പർ ഒന്ന് തരും, അവിടെ എന്റെ വിട്ടുപോയിട്ടുണ്ട്. വിസേസിൽ നിന്നുള്ള ആളുകളുടെ നമ്പർ ആ പരസ്യത്തിൽ വിട്ടുപോയിട്ടുണ്ട്. 05 ഇതേതാണ് ഷഫീഖ് എന്നുള്ളതാണോ? നമ്പർ റോങ് എന്നാ. റാസുൽ ഹൈമയിൽ നിന്നുള്ള ആളുകൾ മുഹമ്മദ് പള്ളിക്കല്, റാസുൽ ഹൈമയിൽ നിന്നുള്ള ആളുകൾ റോങ് നമ്പറാണെന്ന് പറയുന്നു. റാസുൽ ഹൈമയിൽ നിന്നുള്ള ആളുകൾ 05 55 25 65 751. 25 65 751. വിസേസിൽ നിന്നുള്ള ആളുകളുടെ നമ്പറാണ് കിട്ടേണ്ടത്, സലീമിന്റെ നമ്പർ. എന്തായിരുന്നാലും ശരി, എന്റെ നമ്പർ വിളിച്ചോളൂ. വിസേസിൽ നിന്നുള്ള ആളുകൾക്ക് ഞാൻ പിന്നീട് നമ്പർ തരുന്നതായിരിക്കും. വിസേസിൽ നിന്നുള്ള ആളുകൾ എന്റെ നമ്പറിൽ വിളിക്കുക. 52 51 226. 52 51 226. 050 52 51 226. ശരി, അത്രയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് സഹോദരന്മാരെ, ഇത്രയും നേരം നമ്മൾ കേട്ട പ്രഭാഷണങ്ങൾ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഫൈസൽ മൗലവി പുതുപ്പറമ്പ് കാര്യങ്ങൾ വളരെ ലളിതമായി വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഇൽമിലും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാവരും നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാട്ട് കേൾക്കുന്നു എന്നാണല്ലേ? അത് മോള് പാട്ട് പഠിക്കാം. പാട്ട് കേൾക്കുന്നു എന്നാര് പിന്നെ അത് മോള് പാട്ട് പഠിക്കണം. ശരി, എല്ലാവരും എനിക്ക് പിന്നെ ഈ എല്ലാ സഹോദരങ്ങളും ഏഴിലുള്ള മാത്രമല്ല എല്ലാവരും നമ്മുടെ പരിപാടിയിൽ കുട്ടികളെ പ്രത്യേകം പരിശീലനം നൽകി ഒരുക്കണം. മാത്രമല്ല മൈക്ക് പ്രത്യേകം ഞാൻ പറയാണ്, മൈക്ക് വളരെ ക്ലിയറാക്കി മൈക്കൊക്കെ ശരിക്ക് വെച്ച് നിങ്ങൾ
ശ്രദ്ധിക്കണം. കാരണം കുട്ടികളിലൊക്കെ എഴുതി കുറിച്ച് വരുമ്പോൾ മൈക്ക് കേടാണ്, അവർക്കൊരു പരിപാടി അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവർ മാനസികമായി വളരെയധികം പ്രയാസം അവർക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. ഞാൻ മൈക്ക് ഇടുകയാണ്. നൗഷാദ് മൈക്കിലേക്ക് വാ. നൗഷാദ് ആരാണ്? CD കുറച്ചു നേരം പ്ലേ ചെയ്യാം. ഞാൻ മൈക്ക് കൊടുക്കും. ഈ രണ്ടു കൂട്ടർക്കും ഒരു പ്രാർത്ഥനയുടെ പ്രേരണ കേട്ടോ. യഹൂദീന്റെ പേരിൽ നേർച്ചയാക്കിയ കോഴിയെ നേർച്ചയാക്കുന്നതിന് വേണ്ടിയാണ് യഹൂദീസിനെ പെട്ടത്. നേടുന്നതിനാണ് അത് യഹൂദീസിണ്ടായിട്ടാണ്. അപ്പൊ അവിടെ പ്രാർത്ഥന അങ്ങനെയുള്ള കാണുന്നുണ്ട്. അതുപോലെ ഗുരുവായൂരിലേക്കോ വെച്ചോ നേർച്ചയാക്കിയിട്ടും ഒരുപാടാക്കിയിട്ടും ചെയ്യുന്ന അവര് അപ്പോ ഈ അന്തരീക്ഷം എഴുതാനല്ല, എനിക്ക് തിന്നാൻ വേണ്ടിയോ ഇന്ത്യയെ കൽപ്പിക്കാൻ വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ അറിയുന്നത് അത് ഒരു അനുവദിക്കപ്പെട്ട അറിവാകുന്നു. അതിൽ അച്ഛനില്ല, ഒരു കുറ്റമില്ല, പുറത്തേക്ക് വരില്ല. അത് മനസ്സിലായില്ലേ? മൂന്ന് മണിക്ക് നേർച്ചയാക്കിയാർക്കുന്നോ അവിടെ പ്രാർത്ഥനകളും അതുകൊണ്ട് അത് വിഭാഗത്താണ് ആ അളവിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അത് വിഭാഗത്താണ്. അത് അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാക്കുമ്പോൾ അല്ലാഹുവിനെ ആരാധിക്കലാകുന്നു. വേറെ അല്ലാഹുവിന്റെ ഔലിയാക്കലുള്ള പ്രാർത്ഥനയാക്കുമ്പോൾ ആ ഔലിയാക്കളെ ആരാധിക്കുന്നതാകുന്നു. സന്നിധിയുടെ കാതലായ വശം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഏത് വിഷയത്തെ സംബന്ധിച്ചിലേക്കാണ് അതിന്റെ ഉൾക്കഴമ്പിലെത്തിയാൽ കാര്യങ്ങൾ എത്രയാവും. ഇത് നമ്മുടെ ഈ സമുദായത്തിൽ ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്നവർക്ക് വേണ്ടി അവരുടെ കണ്ണിന്റെ ജാലം കെട്ടുകൾ, ആ ജാലത്തിന്റെ മുന്നിട്ട് നേർക്ക നടത്തല്, ആ ജാലത്തിന്റെ വൈദ്യവാസിക്കുന്നത്, ആ ജാലത്തിന്റെ പരിസരം മനസ്സിലാക്കല്, ആ ജാലത്തിൽ വിളക്കെത്തിക്കലും നോക്കണ്ടല്ലോ. അതൊക്കെ എന്തിനാ അത് ആ ജാലത്തിൽ നിറവെത്തി കിടക്കുന്ന ആ ഔലിയ എന്ന് പറയാം. അത് സാധാരണ അവരെ പറയുന്ന വാക്ക് ഔലിയ എന്ന് പറയുന്നത് ശരിയല്ല, എന്ന് പറയുന്നത് അത് ഇതായിരുന്നു. ആ ഔലിയായുള്ള അവർക്ക് അതിനുള്ള സഹായം ചെയ്ത് പോരാളിന്റെ കാണുന്നു. ഞാനെന്റെ പിന്നീട് അവിടെ മറാടക്കപ്പെടുന്ന ആ ഓടിക്കക്കാരന്റെ ആ എലിക്ക് പോയിക്കൊണ്ടിട്ടാൽ അവിടെ ഇരു കൊടുക്കുന്നതിനാണ് ഓടിക്കാർക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പോയിക്കൊണ്ടിട്ടാൽ പ്രാർത്ഥന. ഈ പൊരുത്തം ആഗ്രഹിക്കുന്ന, സഹായം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നടന്നു വരുന്ന ഈ ഔലിയാക്കന്മാരുടെ 12 പേരും ജാലത്തിലും അവിടെ നേർക്കാടക്കലും അവിടെ പല നിർമ്മാണികൾ നടത്തുന്നതൊക്കെ പ്രാർത്ഥനകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ കാഫിറാകാൻ വേണമെന്നും വേണ്ടാവുന്നുണ്ട്. അത്രയും മാത്രമേ ഏത് സമയം എല്ലാം ഞാൻ തെളിയിച്ചു പറയുന്നു. ഒരു നേർച്ചയാണ്. നേർച്ചന്റെ നിലനിൽക്കാൻ വന്നാൽ അതല്ലെങ്കിൽ വേണ്ടിയിട്ട് അരിച്ചാക്കി തലയിട്ടിട്ടുകൊണ്ടിരുന്നാൽ ആട് വന്നാൽ സ്വർഗത്തിൽ നിർവഹിക്കുകയില്ല കേട്ടോ. എന്താ കാരണം? ഹിന്ദുശേഷന്റെ ആടാണല്ലോ. അതിന് ഇഷ്ടാനുസരണം തിന്നാൻ അനുവദിച്ചു കൊടുത്താൽ ഹിന്ദുശേഷന്റെ പക്കൽ നിന്നുള്ള വലിയ സഹായവും പൊരുത്തവും എനിക്ക് കിട്ടും. നേരെ മറിച്ച് അതിനെ ഞാൻ ഓടിക്കുന്ന പക്ഷം അപകടം സംഭവിക്കും എന്ന വിചാരത്തിൽ ഞാൻ വെറുതെ കുത്തിയിരുന്നു. അപ്പോ പ്രാർത്ഥന വന്നു. എന്താ പ്രാർത്ഥന? ആ ഗുണം കിട്ടണം എന്നുള്ള ആഗ്രഹം, ഈ ദോഷം ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹം, അത് പ്രാർത്ഥനയാണ്. ആ നിലയിൽ അവൻ വെറുതെ കുത്തിയിരുന്നാൽ, കൈ അനക്കാതെ നാവ് അനക്കാതെ വെറുതെ കുത്തിയിരുന്നാൽ എന്തൊക്കെ ചെയ്തത്? ആണ് കാഫിറായത്. കാരണം മുഹമ്മദിന്റെ നേരെയുള്ള ഭക്തിയും ബഹുമാനവുമാണ് ഇതിലേക്കുള്ള കാരണം. അവിടെ നിന്നുള്ള സഹായം ആശീർവമാണ്.
അപ്പൊ അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാകുന്ന ഇബാദത്ത്. അദ്ദുആഉ മുഖ്ഫുൽ ഇബാദ. ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മളെ എന്റെ നാട്ടില് തിരുവക്കാട്ട് എല്ലാളത്തേക്കുള്ള ഒരു നേർച്ചയാണ്. ഒരു സഞ്ചി ഇങ്ങനെ കഴുത്തിൽ കെട്ടിത്തൂക്കി നടന്നുകൊണ്ട് ഓരോ തന്ത്രശാലികളുടെ ഏർപ്പാടാണ്. ആ സഞ്ചിയിൽ പൈസ ഇടുക, എല്ലാളത്തേക്ക് നേർച്ചയാക്കിയിട്ട് ഈ സഞ്ചിയിൽ അങ്ങനെയുള്ള ഒരു ഈ മുസ്ലിം എന്ന് പറയുന്ന ആളുകൾ വളർന്നുകൂടി ഈ മനുഷ്യനെ കൊല്ലറിയത്. ഈ സഞ്ചി പൊട്ടിച്ച് അടുത്തിരുത്തവർക്ക് വകവരുത്തണം. അവർക്ക് വകവരുത്താതിരുന്നാൽ അവർക്ക് ഉള്ളാളത്തെ അവർ സമുദായം. അപ്പൊ യഥാർത്ഥത്തിൽ സംഗതി വളരെ കൂലമുഖമായി പരിശോധിക്കണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖ്ഫുൽ ഇബാദ. ഈ രണ്ട് ചെറിയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വേണം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന അർത്ഥം മനസ്സിലാക്കുവാൻ. എങ്കിൽ മാത്രമേ നമ്മളുടെ മാലിന്യങ്ങൾ, നമ്മളുടെ മനസ്സിലുള്ള വിശ്വാസപരമായ മാലിന്യങ്ങളെ കലിപ്പില്ലാക്കുവാനും ആ തൗഹീദിന്റെ പ്രകാശം ഏൽക്കുവാനും അതിന്റെ ഗുണം അനുഭവിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിക്കുന്നു. ഇത് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരൊറ്റ ഹദീസാണ്. ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത്, അതൊക്കെ വിവാദത്താണ്. പക്ഷെ അള്ളാഹു കൽപ്പിക്കുന്നതാകണം. അള്ളാഹു പൊതുവായി കൽപ്പിച്ചിട്ടുള്ള ചില പുതിയ വിഷയങ്ങൾ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്ന് അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് പ്രകാരം അള്ളാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചതാ. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക അതായത് ശരീരത്തിൽ പക്ഷെ എത്രത്തോളം എന്നോ ഈ ഒരു അത്ഭുതം തോന്നി ഒരു ഹദീസ് പഠിച്ചപ്പോൾ. വഴിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കെ ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ ചെരിഞ്ഞു വന്നിട്ട് നടന്നു പോകുന്നവർക്ക് തടസ്സമായ നിലയിൽ അവിടെ കൊടുക്കാൻ പറ്റൂലോ എന്ന് ചോദിച്ചപ്പോൾ പറയാം, ഇല്ലാതെ കണ്ട് അള്ളാഹ് കൊടുക്കാൻ പറ്റൂലോ. നോക്കണമെങ്കിൽ എന്താ ചോദ്യം? ഞാൻ ചോദിച്ചാൽ മീനാനി കണ്ടി അള്ളാഹ് കൊടുക്കാൻ പറ്റൂലോ? സുഹൃത്തെ, മീനാനിൽ അള്ളാഹു കഴിയാഞ്ഞിട്ടല്ല, കർഷകനത് വേണ്ടാനാണ് അവന്റെ തീരുമാനം. ആ സമയത്ത് അവൻ വിചാരിക്കുന്ന ഓരോ പ്രവർത്തനം അവൻ നടത്തും. അവന്റെ ഒരു ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഏർവാട് ശേഷം അങ്ങനെയാണോ? ഏർവാട് ശേഷം അങ്ങനെയാണോ? ഏർവാട് ശേഷം അറിഞ്ഞിട്ട് കെട്ടിയില്ലെങ്കിൽ അയാൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റം അല്ലേ? ഏർവാട് ശേഷം മുക്കല്ലഫാണ്, മുക്കല്ലിഫല്ല. അഥവാ ഇസ്ലാമികമായ കാര്യം ഏർവാട് ശേഷോ മഞ്ഞപ്പോൾ ശേഷം ആരാവട്ടെ ഒരു ശേഖര ഔലിയ ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ വിചാരിക്കാം. അതിങ്ങനെ കസേരയിൽ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ആൾ ഊരിങ്ങനെ കത്തിയാണ്. ഈ ശേഷം ഇരിക്കുന്ന കത്തട്ടെ എന്താ നമ്മളെ പറ്റി പറയാം? മഹാക്രൂരം. ഒരു ഗ്ലാസ് വെള്ളം തീ കൊണ്ടേക്ക് എറിയാനോ കേൾക്കാനോ ഈ മനുഷ്യൻ തന്നിട്ടായില്ല. അത് കഴിയാനിട്ടല്ലോ. കഴിയുന്ന മനുഷ്യൻ കഴിയുമെങ്കിൽ അവിടെ ഇരുന്നത് ഇക്കാരിയല്ലേ തെമ്മാടിയല്ലേ എന്നാ പറയാം. നേരെ മറിച്ച് അയാൾക്ക് മരിച്ചിട്ട് അയാൾക്കൊരു കൈകാട്ടി നമ്മൾ ആസ്വദിക്കുന്നത് അയാൾക്ക് കഴിയില്ല. ഇവരുടെ ഭാഷപ്രകാരം അവരുടെ ഭാഷപ്രകാരം എന്താ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെയ്യുന്നതൊക്കെ കബറിക്കുന്ന കാര്യമില്ല. കത്തി കത്തിട്ടേ കിട്ടാനിട്ട് എനിക്ക് കഴിയും. വേണ്ടപ്പോ മഹാവിച്ചാരല്ലേ അച്ഛന് മഞ്ഞപ്പുറം ശേഷം കബറി കത്തിട്ടിങ്ങനെ കാണുക. എന്റെ പെട്ടിയിലിങ്ങനെ തുറന്ന് കൊണ്ടുപോയിക്കോട്ടെ. ഇത് അറിയുന്നുണ്ട്. അറിയാനിട്ടോ എന്നല്ല, പറയാൻ കഴിയുന്നുണ്ട്. കഴിയാനിട്ടോ അല്ല, കൊണ്ടോയിക്കോ മുത്തരങ്ങനെ പറയാം. എന്നാ പിന്നെ മുതൽ ചെയ്ത് ധിക്കാരല്ലേ പത്തെടുക്കുന്ന മുതലൊന്നും മിണ്ടുകയാണ്. തീ വെക്കുമ്പോൾ ഒന്നും മിണ്ടുകയാണ്. ഇവരെ പോലെയാണ്
പറഞ്ഞു. അല്ലാതെ എന്തെങ്കിലും സ്റ്റേജിൽ കഴിഞ്ഞതാന്ന് വെച്ചാൽ ഉടനെ ചോദിക്കും, അള്ളാഹ് കഴിയോ ഈ സ്റ്റേജ് ഇതാ അള്ളാഹോട് പൊട്ടത്തെ മുഹീദ് പറയുകയാണെന്ന് അള്ളാഹോട് പറഞ്ഞിട്ട് സ്റ്റേജെന്ന് പൊട്ടത്തെ നമ്മളെ തിരിച്ചു നിൽക്കാം. ആ കോലത്തിലാണ് മറ്റുള്ളവരെ പറഞ്ഞാൽ അള്ളാഹ് കിട്ടില്ല, മറ്റുള്ളവരെ പറഞ്ഞാൽ അപ്പൊ അള്ളാഹെ എന്ന് പറയാം. ഇതൊക്കെ വേറൊരു മൊഴിയോട് എന്ന് പറയുന്നത് അങ്ങനെ തെളിവില്ല പക്ഷത്തിന് തെളിവ് നിരത്താൻ കഴിയാതെ വന്നപ്പോ മുജാഹിദുമായി അവിടുന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞു അവര് 10 വെല്ലുവിളികൾ അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ മുസ്ലിയാരെ കൈകൊണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിയില്ല, വിചാരിക്കും കഴിയില്ല. അതിന് മറുപടി അക്രമങ്ങൾ അപ്പുറത്തുണ്ട്. ഓ മോലി അമ്മാഹുത്താലേക്ക് കൈകൊണ്ടെങ്കിൽ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിയില്ല, മോലി പറയും അള്ളാഹുത്തേക്ക് കഴിയില്ല എന്നല്ല കണ്ടോ. മുഹീദ്ദീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിയത്തേനും കഴിഞ്ഞൂരി പറഞ്ഞപ്പോ അപ്പുറത്ത് അസംബ്ലി കഴിഞ്ഞിട്ട് ഈ സ്റ്റേജ് പൊളിയത്തേ. എന്താണ് വിൽക്കാരം നോക്കുന്നത്? എവിടുക്കാതെ ആരോട് എന്ത് അങ്ങോട്ട് പറഞ്ഞാൽ അപ്പം ഇവർക്ക് ആരാ വലുത്, ഇവർക്ക് ആരാണ് വലുത്, ആരോടാണ് ശ്രീയൻ, ആരോടാണ് സൂര്യൻ, ആരോടാണ് അതിര്, ആരോടാണ് ഭൂമി? അള്ളാഹുവിനെ പറ്റി എന്താ പറഞ്ഞിടാത്തത്? അള്ളാഹുവിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നിർബന്ധമല്ല. എന്നാൽ സൃഷ്ടികൾ അങ്ങനെയാണോ? സൃഷ്ടികൾ അവർക്ക് കഴിയുന്ന കാര്യമാണെങ്കിൽ ചെയ്യണം. എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു കുട്ടി കിണറ്റിലേക്ക് ചാടാൻ പോകാമെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല. ആ കുട്ടിയെ ഞാൻ കൊടുക്കണം, കുട്ടിയുടെ കൈ പിടിക്കണം. ഞാനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ കഴിയുന്നതിന്റെ കാര്യമല്ല. ഇവരുടെ ഭാഷപ്രകാരം അവർ പറഞ്ഞിങ്ങനെ കാണുകയാണ് കുട്ടി ഇങ്ങനെ വീഴാൻ പോകുന്നത്. അപ്പോഴും അവർ ചെയ്ത് വീണോട്ടെ വീണോട്ടെ, ചാടൂ കുട്ടി ചാടൂ, ഞാൻ കണ്ട് ആസ്വദിക്കട്ടെ എന്ന മട്ടിലായിരുന്നു. ഇങ്ങനെ കഥക്കല്ലേ പറയും. പറഞ്ഞു എത്തി എല്ലാ സമയത്തിനും അവർക്ക് അള്ളാഹ് ഏത് പ്രശ്നത്തിനും മമ്പർക്കത്തെ പ്രാർത്ഥിക്കാൻ പോകുന്നു, മമ്പർക്കത്തെ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹുസൈൻ നിന്നെത്താൻ 10 പത്രത്തിലുണ്ട്. APCBയുടെ നേതാവാ. APCBയുടെ നേതാവ് പറഞ്ഞൊരു പ്രസ്താവന പത്രത്തിലുണ്ടായിരുന്നു. പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. എന്താ പറഞ്ഞത്? മാർക്സിസ്റ്റുപാർട്ടിയിലെ നേതാക്കന്മാർക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മമ്പർക്കടക്കമുള്ള എല്ലാ നിർദ്ദേശങ്ങളും പോയി പ്രാർത്ഥിച്ചു നോക്കാറുണ്ട്. നോക്കണത് ഇയാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചാൽ മമ്പർക്ക് പോയി പ്രാർത്ഥിക്കലുണ്ട്. ESനെയും പിണറായിയെയും ഭിന്നിപ്പിക്കരുതേ, ഒന്നിപ്പിക്കണേന്നും പറഞ്ഞ തങ്ങളെ ഇനി മമ്പർക്ക് തങ്ങളോട് അടക്കം പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നോക്കി നിങ്ങൾ ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ള വേണ്ട. ഇനിയിപ്പോ ഇരുപാട് പറഞ്ഞില്ലേ, ഇവരല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല. പരിപാടിയെ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ നിസ്കാരം ക്യാൻസലും എല്ലാ പ്രാർത്ഥനയും ക്യാൻസലായി. കാരണം ഇതൊക്കെ അള്ളാഹോടാണ്. നമുക്ക് അർഹതല്ലല്ലോ, നമുക്ക് വിപരീത വയ്ക്കാനുള്ള അർഹതല്ലോ. കാരണം എന്താ? മുശ്രിക്കുകളും പണ്ട് തന്നെ പറഞ്ഞില്ലേ, മുശ്രിക്കുകളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അർഹതയില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല എന്നാണ് വിഗ്രഹാരാധകന്മാർ പറഞ്ഞത്. എന്താ അവരൊരു കാരണം പറഞ്ഞത്? ഞങ്ങൾ വളരെ സ്ഥാനമൊക്കെ കുറഞ്ഞവരാണ്, ഞങ്ങൾ സ്ഥാനവും പദവിയൊക്കെ കുറഞ്ഞവരായതുകൊണ്ട് ഞങ്ങളെ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടി ആരാധിക്കാം. അന്ന ഉപാദല്ലസിനാണ് കാവൂലൂന അള്ളാഹ് വലിയ മഹാനാണ്, വലിയ മഹാനാണ് അള്ളാഹു. അള്ളാഹു വലിയ മഹാനാണ് എന്നാണ് ആര് പറയുന്നത്? വിഗ്രഹാരാധകന്മാർ. പോക്കാണെന്നല്ല, അവീന ശൈലി. അള്ളാഹു മലക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അവർക്ക് അള്ളാഹിനോട് വലിയ അടുത്തുണ്ട്. അതുകൊണ്ട് ആ മലക്കുകൾ അള്ളാഹ് ആരാധിച്ചോളും. നമ്മളെന്ത് ചെയ്യാണ്? ശരിക്കും ശ്രദ്ധിച്ചോ, നമ്മൾ നമ്മുടെ പദവി അവരുടെ അടുത്ത് എത്തിയിട്ടില്ല, നമ്മൾ താഴേക്കതയിലുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹ് നേരിട്ട് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ നമുക്ക് പറ്റുന്നതല്ല. അതുകൊണ്ട് മനസ്സിലെ നമുക്ക് ആരാധിക്കാം. അവരെല്ലാം ആരാധിക്കുന്നവരുമാണല്ലോ. ഈ വിശ്വാസമാണ് ഈ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. ഈ വിശ്വാസമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് നബിയോടെ ചോദിക്കാൻ അർഹതയുള്ളൂ, നബിക്കോ അള്ളാഹിനോട് ചോദിക്കാൻ അധികാരമുള്ളൂ. നമ്മൾ നേരിട്ട് ചോദിക്കാനേ പാടില്ല എന്നൊരു കാര്യത്തിൽ അതിനനുസരിച്ച് ആളുകൾ പോകും. ഈ രൂപത്തിലുള്ള അബദ്ധങ്ങളാണ് സഹോദരന്മാരെ ഇവർ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി സലഫികൾ പോരാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഈ രൂപത്തിലുള്ള ശിർക്കിലേക്ക് മാത്രം കുഫറിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഈ ആളുകളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന മുജാഹിദിനെ കുറിച്ച് ഇവരെന്താ പറയാറുള്ളത്? ഇവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കരുത്, അവരെ കണ്ടാ മിണ്ടരുത്, സലാം പറയരുത്, മയ്യത്ത് നിസ്കരിക്കരുത്,
മക്കളെ പറയാറുള്ളത്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ, സർവ്വമുസ്ലിങ്ങളും പഠിച്ചുവെച്ചോ, ഇപ്പോഴത്തെ പുതിയ ഇസ്തിഹാർ എന്താണെന്നോ, അതാ ഒരു കൂട്ടം സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാർ തന്നെ അതാ പറഞ്ഞിരിക്കുന്നുണ്ട്, മുജാഹിദിനോട് മുജാഹിദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് ഏത് പണ്ഡിതനാണ് അപ്പുറത്ത് നിന്ന് തെളിയിക്കാനാവുക എന്ന് AP ഭാഗത്തോട് ചോദിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പറയുന്നത് എന്താണ്? മുബത്തദീന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനാണ്. മുബത്തദീയോ തന്നെയാണ്. മുബത്തദീ നമ്മളൊന്നല്ല. മുബത്തദീ നമ്മൾ പുത്തന്മാരികൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ചർച്ച. പക്ഷെ വാദത്തിന് വേണ്ടി സമ്മതിക്കണം. അവർ മുബത്തദീ എന്ന് പറയുന്നത് ആരെയാണ്? നമ്മളെ കുറിച്ചാണ്. വാസ്തവത്തിൽ മുബത്തദീ ആരാണ്? അവരാണ് സർവ്വവിധയും വിധേയത്വം കൊണ്ട് നടക്കുന്ന മുബത്തദീ ഒറിജിനൽ അവരാണ്. ആ ചർച്ചയ്ക്ക് അവരിലേക്ക് അകത്തുന്നത്. എന്നാൽ കൂട്ടത്തിൽ ഇപ്പോൾ അവർ സമ്മതിക്കുന്നത് മുജാഹിദുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ എന്ന് ഒരു AP-ക്കാരന്റെ ചോദിക്കുന്നുണ്ടോ പറയുന്നറിയോ? നിങ്ങളെ പുസ്തകത്തിലില്ലേ UK വിഭാഗത്തോട് ചോദിക്കാൻ AP-ക്കാരൻ ഈ മുജാഹിദത്തിന് എന്താ ചോദ്യം വരിക? നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ മുജാഹിദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നത് തെറ്റില്ലാന്ന്? അപ്പോൾ ഞാൻ എന്താണ് വിഷയം മയ്യത്ത് നിസ്കരിക്കാൻ? ഇവർ വെച്ചുവെച്ച് എത്ര മഹലാ പ്രശ്നം വരും? മുജാഹിദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. മുജാഹിദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാം എന്ന് അവരുടെ നാമം കൊണ്ട് തന്നെ അല്ലാഹു പറയിപ്പിക്കുന്ന രംഗം കുറച്ചൊരൽപ്പം പേരുണ്ട്. എന്നാലും ക്ഷമയോടുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. രണ്ടാളാം അവരോട് പറയുന്നത്, ഒന്ന് ഹസൻ സഖാഫി റിപ്പോർട്ട്, മറ്റൊന്ന് അബ്ദുസ്സമദ് റിപ്പോർട്ട്. രണ്ടും UK സുന്നികളുടെ സ്റ്റേറ്റ് നേതാക്കന്മാരാണ്. അവരുടെ നാമം കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് മുജാഹിദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന്. കിതാബോധി ആഴ്ച കാണിച്ചു തരാൻ പറ്റുക നിങ്ങൾ കൊണ്ടിരുന്ന പറയുന്നത് കേട്ടോളിയാണ്. ശ്രദ്ധിച്ചോ. നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥയുടെ ലക്ഷ്യങ്ങളെ പറഞ്ഞ കൂട്ടത്തിൽ വിപരീത പ്രസ്ഥാനത്തെ എതിർക്കാൻ തന്നെയാണ് നമ്മുടെ സംസ്ഥയുടെ വികസനം പറയുന്നത്. അത് മാത്രമേ നിഷേധിച്ചിട്ടില്ല. അതുപോലെ അത് വിപരീത പ്രസ്ഥാനക്കാരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ അവരോട് സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ നടക്കാൻ പാടില്ല, അവരെ കുട്ടികൾ എഴുതാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതുണ്ട്. ഇതിലെല്ലാം എങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാം ഞങ്ങളുടെ നേതാവ് ബഹുമാന പാണ്ഡിതരും മുസ്ലിംകാരുടെ വിഖ്യാപിച്ചുകൊണ്ട് മറുവശത്തേക്ക് പോയി ഇപ്പൊ മറുവശത്തിനുള്ള ജനസഭാക്കി ഏതൊരു പുസ്തകമുണ്ട്. അതിൽ മുജാഹിദുകളുടെ മയ്യത്ത് നിസ്കരിക്കുന്നതിൽ തെറ്റില്ല, ഇസ്ലാമികൾ തെറ്റില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ അധികാരിക ബഹുമാനത ചെറുശ്ശേരി മുസ്ലിം അവർകളാണ്. അതുപോലെ അതിന് അനുഭവം അധ്യക്ഷന്മാരാണ്. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ ശ്രദ്ധിച്ചത്? എന്ത് നിലക്കാരാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊരു മസ്മലപരമായ വിഷയമാണ്. അതിൽ ഫുഖഹാ എന്ത് പറഞ്ഞു എന്നാണ് അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. AP വിഭാഗങ്ങളെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് വിഷമിക്കുന്നു വേണ്ട. AP വിഭാഗത്തിൽ ഫിഖിന്റെ കിതാബ് അർത്ഥം വെക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ വിദേഹക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് പാടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ശാസ്ത്രീയത്തിലെ ഒരു ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ആ വിഷയം അവസാനിക്കും. അതേസമയത്ത് ഗജറിന് വേണ്ടി സലാം കാലത്തിന് നിസ്കരിക്കാൻ പാടില്ല, അവരോട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മുസ്ലിമിന്റെ പേരിലും മയ്യത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഹുക്കം. അവിടെ മുഹൂർത്തത്തിൽ എന്ന സുന്നി എന്ന വ്യത്യാസമല്ല. ഈ മഹല്ലത്തിൽ ഒരാൾ മരിച്ചു, മുഹൂർത്തത്തിൽ അതിന് ആളാണ് മരിച്ചത്. എന്നാൽ ഈ നാട്ടുകാരാകുന്ന ഒരാളും മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ AP വ്യത്യാസമില്ലാതെ എല്ലാവരും കുടുംബക്കാരാകുന്നതാണ് ഫുഖഹായുടെ ഭാഷ. അങ്ങനെയുള്ള സമസ്തകമായ തീരുമാനമില്ല. ഇത് സെജറിന് വേണ്ടി അവരോട് തടങ്ങി നിൽക്കാനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെജറിന് വേണ്ടി അല്ലാത്ത സമയത്ത് തടങ്ങി നിൽക്കാൻ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ ആത്യന്തികമായിട്ട് പറയാനുള്ളത് വിദേഹക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഫുഖഹായുടെ പോലെയല്ല എന്നുള്ളതാണ് ശരി. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞതിന് പേരിട്ടില്ല. നിങ്ങളെ സംശയമോ അതൊക്കെ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് രണ്ട് തെളിവ് പറഞ്ഞു. മറുഭാഗത്തിന് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ അറിയപ്പെട്ട മുജാഹിദിന് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിൽ നിന്നിലെ സ്വത്തിൽ തന്നെന്നും നാലാമത്തെ സ്വത്തിൽ നിസ്കരിച്ച ആളുകളുടെ തെളിവ് നിങ്ങൾക്ക് തന്നാൽ തീർച്ചയായും എന്ന് രണ്ടാമത്തെ ഈ സംബന്ധമായിട്ട് സർക്കാരിക്കുന്ന അനുഭവം. അപ്പുറത്തേക്കുള്ള സമയത്ത് കന്യാദിസ്ഥാനത്ത് ടേപ്പിൾ കാർഡ് അരങ്ങി വെച്ചിട്ടൊരു കൗന്ന് ടേപ്പിൾ കാർഡ് പോകണം. പറ്റൂല എന്ന് പറഞ്ഞാൽ വിഷയാക്കാം, പറ്റില്ല എന്നാണ് വിഷയാക്കാം. കന്യാദിസ്ഥാനിന്റെ ശേഖരിച്ച് ഉറക്കെ ചോദിച്ചതിനോട് നിങ്ങൾ പറഞ്ഞ മുജാഹിദ് മുസ്ലിമോ കാഫറോ എന്ന് ചോദിച്ചു. ടേപ്പിൾ കാർഡ് ഓഫാക്കി പോകുന്ന കൂട്ടത്തിലാണ് ഇത് വേണ്ടല്ലോ. അത്രയും
നേരത്തെ പറഞ്ഞ റെസൊല്യൂഷൻ പറഞ്ഞാൽ അപ്പോൾ നേരത്തെ ഫത്വയെടുത്തിട്ടുള്ള പാടില്ല എന്ന് അപ്പൊ അവർക്ക് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഫത്വ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു ഹുക്മ് പറയുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ കാര്യങ്ങൾ പറയലല്ലേ ഫത്വ. ഫുഖഹാഇന്റെ കിതാബുകൾക്ക് ഇന്ന് ഏറ്റിക്കൂട്ടത്തിൽ കിതാബിട്ട് നോക്കണം വന്നിട്ട് അതിൽ ഏതെങ്കിലും ഫത്വയുമായിട്ട് ഫിഖാവട്ടെ മഹല്ലാവട്ടെ അതൊക്കെ നോക്കുക. ഫത്വ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാഹചര്യത്തിൽ ഒരു പക്ഷേ രണ്ട് കുടുംബങ്ങളെ നിക്കാഹ് നടത്താൻ പോവുക, സമസ്തകൾക്ക് ഇടപെട്ട് വേണ്ടെന്ന് പറയേണ്ടി വരും. അത് നിക്കാഹ് ഹറാമാരും ഉണ്ടാകില്ല. ആ നാട്ടിലെ സാഹചര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വിധി എന്നല്ലാതെ അത് മസ്തക പറഞ്ഞതല്ല. ഹുക്മ പറയുമ്പോൾ അത് സൂക്ഷ്മമായി ഫുഖഹാഇ പറഞ്ഞതേ പറയാൻ പറ്റുള്ളൂ. അയാൾ സൂക്ഷ്മമായി ചെയ്തതൊക്കെ ഫത്വ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പ്രത്യേക സാഹചര്യത്തിൽപ്പെട്ട നടത്തുന്നു. പക്ഷേ സംസ്ഥാനം എന്ന് പറഞ്ഞ ആധികാരിക സംഘടന കേരളത്തിൽ ഈ സംസ്ഥ എന്താണ് പറയുന്നത്, ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എല്ലാവർക്കും കാരണം ചെയ്യുന്നത്. അപ്പം ഇൻകംസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിം ബാധിക്കുന്ന പ്രശ്നമാണ്. ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ആങ്ങൾക്ക് എടുക്കുന്ന അറിവുണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കപ്പെട്ടത് കൊണ്ട് ഈ ഒരു ഫത്വ കഴിഞ്ഞിട്ടാണല്ലോ ഭ്രാന്തകുറിച്ച് സഹകരണത്തെ പുനഃപദ മാത്രം എന്ന് പറയുന്ന സാക്ഷാൽ വഹാബി വിസ്തരിച്ചപ്പോൾ അബൂബക്കർമാരെക്കൊണ്ട് വൈദ്യുതി ചെയ്യപ്പോൾ സാക്ഷാൽ വഹാബിക്ക് മൂന്നോളം പഞ്ചായത്തിലെ മൂന്നാല് സമീപത്തിലെ കേട്ടാക്കി പോയാൽ ഇന്നും അവർക്ക് സിന്ധി ഏൽപ്പിക്കാൻ വരെ മുജാഹിദുമാരെ ഏറ്റ് നിസ്കരിച്ചു എന്നുള്ളത് അത് നിഷേധിക്കുക. അപ്പൊ അദ്ദേഹത്തിനൊക്കെ ആവാമെന്ന് പറയുമ്പോൾ മസ്തരമായിട്ട് പറ്റില്ല അദ്ദേഹത്തിനറിയാം. അത് എവിടെയെങ്കിലും സമസ്ത പറഞ്ഞെങ്കിൽ അത് അവിടുത്തെ ഹാജരേക്കും സമസ്തയുടെ അംഗം എന്നുമുള്ള വാദം പറഞ്ഞതുപോലെ മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ വാദം സമസ്ത പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കൊണ്ടുവന്നത് സമസ്ത പറഞ്ഞിട്ടില്ല. കാശി പറഞ്ഞു എഴുതിയത് യാതൊരു ഇസ്ലാമിയായിട്ട് അത് തെറ്റില്ല എന്ന് പറയുന്നത് അവർ പ്രകാശം കൊടുക്കില്ല. ഇങ്ങനാണെങ്കിൽ ഒരു മുജാഹിദ് മരിച്ചാൽ അദ്ദേഹത്തിന് നിസ്കരിക്കുന്നത് തെറ്റല്ല. അത് ഫുഖഹാഇന്റെ ഭാഷയാണ്, അത് സഖാഫിയുടെ ഭാഷയല്ല, ശൈഖുൽ ഇസ്ലാമിന്റെ ഭാഷയല്ല, അത് ഫുഖഹാഇന്റെ ഭാഷയാണ്. ആ ഭാഷ തെറ്റാണെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾക്ക് തഹ്സീൽ പറയേണ്ടതും ബഹുമാനത്തിന് മധുരപ്പെട്ടവർക്ക് കേൾക്കുന്നുണ്ടെന്നും ഇന്ത്യ സ്വാധീനങ്ങൾ തഹ്സീൽ പറയാൻ ഏതിന്റെ നിങ്ങളുടെ താല്പര്യം അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ നാട്ടിൽ ഒരാൾ മരിച്ചു, എല്ലാ ആ നാട്ടിൽ ഇയാൾ മരിച്ച സ്ഥാനത്ത് അയാൾ വിചാരിതാണ്. അത് അറിയപ്പെടുന്ന വിദ്യാർത്ഥികാരനല്ല. ഒരാളും അയാളെ പേരിൽ മയ്യത്ത് സ്വീകരിക്കാതിരുന്നാൽ ആ മഹലിലെ മോമിനികൾ ഒട്ടുമുണ്ട അവർക്ക് ശിക്ഷ ഉണ്ടാവില്ലേ? അതിന്റെ ഹുക്മ പറഞ്ഞു. അതായത് അങ്ങനെ ഒരു നാട്ടിൽ മരിച്ചു അതായതല്ല ഞാൻ ചോദ്യം സദസ്സലകത്തിൽ നിങ്ങളുടെ മഹലിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മുതുക്കതിയായ മനുഷ്യൻ മരിച്ചു. മുതുക്കതി മുസ്ലിമാണല്ലോ, അവൻ മരിച്ചു. അവന്റെ മയ്യത്ത് നിസ്കരിക്കാതെ മറമാടാൻ ഒരു വിധത്തിൽ എനിക്ക് പറയാം. ഒരാഴ്ച മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഒറ്റ കിതാബിൽ പോയി കൊണ്ടുവന്നാൽ വെല്ലുവിളിച്ചിരിക്കുന്നു. കൊണ്ടുവന്നാൽ ഇന്നത്തെല്ലാം അങ്ങോട്ട് കൊടുത്തു. അങ്ങോട്ട് കൊണ്ടുകൊടുക്കാനാണ് ചോദിക്കുന്നത്. ആരെങ്കിലും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സഖാഫിയുടെ ഒപ്പല്ലേ അബ്ദുസമീർ കൂട്ടു മനസ്സിലായിലേക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഓരോ ഭാഗത്ത് വരുന്നുണ്ട്. നിങ്ങളെ പറ്റി ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങളെ പറ്റിയും പ്രതീക്ഷയുണ്ട്, പേരോടിനെ പറ്റിയും പ്രതീക്ഷയുണ്ട്. കാരണം എന്താ, നമ്മൾ പ്രസംഗിച്ച് കേട്ടൊക്കെ നോക്കിയിരിക്കും ചെറുതൊക്കെ മാറ്റം വരുന്നുണ്ട്. എന്താ മാറ്റം? നിങ്ങൾ ഒരിക്കലും വന്നിട്ട് പ്രസംഗിച്ചത് എന്ന് പറഞ്ഞു ഇത് താജിയെ പറ്റി എന്താ പറയുന്നത് നിങ്ങൾക്കറിയില്ലേ? എന്താ താജി മുച്ചരിക്കാൻ പറ്റും, ദോഷാക്കാൻ പറ്റും, ഒരു താജിന് ഭയങ്കര പരിഹാസം ഇവർക്ക് മാറ്റം ഭയങ്കരണ്ട്. താജിനെ നോക്കലാ പരിഹസിച്ചതും ഞാനതിന് വരെ മറുപടി തന്നുകൊണ്ട് കേൾപ്പിക്കാം. അതിനെതിരെ താജിനെ പറ്റി പറഞ്ഞത് ആദ്യം പറഞ്ഞത് കേട്ടോളും. താജിനെ പറ്റി മാറ്റാൻ കാണിക്കുന്നത് എന്താ മുറ്റിരിക്കാൻ പറ്റിയ കാര്യങ്ങൾ അല്ല വേറെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് കേൾക്കുന്നത്. എനിക്ക് ഇതാണെന്നാണ് അറിവ്. പക്ഷെ ഈ റിവായത്തിൽ വഴീസാണ് ഒന്നും അറിയില്ല. എന്തായാലും മഹാചീത്തകളാണ് പല രൂപത്തിലും പറഞ്ഞിട്ടുള്ളത് വാസ്തവത്തിൽ സഹോദരന്മാർ. അപ്പോ ഈ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഞാനതിന് നല്ല മറുപടി കൊടുത്തു. മരുന്നെടുത്ത് മരുന്നെന്നാണ് കേട്ടത്. നിങ്ങൾക്ക് സുന്നത്തിനെ പറയാനും കരുതലാവുള്ളത് നിങ്ങളെ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പരിഹസിക്കുന്ന കക്ഷികളല്ലേ? നിങ്ങളുടെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ
അവരുടെ അഭിമാനത്തെ മോശപ്പെടുത്തുന്ന നിലയ്ക്ക് പരിഹസിക്കുന്നവരല്ലേ? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ എത്രയോ ഹദീസുകളിലുണ്ട്, നിങ്ങൾ താടി